എന്തും വിറ്റ് പോകുന്ന സ്ഥലമാണ് ആമസോൺ. അമേസിങ്. നമ്മുടെ ഈ സ്ഫടികഭരണികളിലെ ചെറിയ മനോഹരമായ ചെടികൾ മാത്രമല്ല, പന്ത് പോലെ ഉരുട്ടിയെടുത്ത് ആ പന്തിനുള്ളിൽ വയ്ക്കുന്ന ചെടികളുമുണ്ട്. കൊക്കോഡമ അല്ലേ? നമ്മൾ ആദ്യം തുടങ്ങിയത് ടെറേറിയത്തിലായിരുന്നു. കാരണം പിന്നീട് നമുക്ക് വ്യത്യസ്ത മേഖലകളിലേക്ക്, ഇതുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലേക്ക് കർഷകരെ പ്രാപ്തരാക്കുക. ഇതേപോലെ തന്നെ ഇതിനോട് പറ്റുന്ന കൂടുതൽ വലിയ ചെലവില്ലാതെ അവർക്ക് ഈ കലാവാസനയുള്ള കർഷകർക്ക് അതേ രൂപത്തിൽ തന്നെ ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ കൂടി പരിശീലിപ്പിച്ചുകൊണ്ട്, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കൊക്കഡാമ, പിന്നെ ഡ്രൈഡ് ഫ്ലവേഴ്സ്, അത് നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് അവരെ പരിശീലിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ശരിക്കും നല്ല ഡിമാൻഡാണ് വിപണിയിൽ. എക്കോ ബ്ലൂമിൻ്റെ വേറൊരു പ്രൊഡക്റ്റാണ് ഇപ്പോൾ കൊക്കഡാമ. അതെ അതെ, ഇത് ജാപ്പനീസ് ഒറിജിൻ ആണെങ്കിലും ഇന്ന് കേരളത്തിലെ നമ്മുടെ ഇൻഡോർ ഗാർഡൻ, ഔട്ട്ഡോർ ഗാർഡനിലും ഒക്കെ ഇതും ഇടം പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സാധ്യത കണ്ടെത്തിക്കൊണ്ട് നമ്മുടെ കർഷകരെ ഈ ഒരു ഗ്രൂപ്പിനെ അതിൻ്റെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. ശരിക്കും അവർക്ക് ആ ഒറ്റ ദിവസത്തെ ട്രെയിനിങ് കൊണ്ട് തന്നെ അവരത് പഠിച്ചു. നിരവധി കൊക്കഡാമ ഇപ്പോൾ ഇവരിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. പന്ത് പോലെയുള്ള ഒരു ചെടി. അതെ, ഒരു പന്തിനുള്ളിൽ ഒരു മനോഹരമായ ചെടിയെ വളർത്തുന്നു. അപ്പോൾ അതിന് അനുയോജ്യമായിട്ടുള്ള ചെടിയെ തിരഞ്ഞെടുക്കുക, അതിനുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവിടെ സൃഷ്ടിക്കുക. അതിന് വേണമെങ്കിൽ നമ്മൾ പന്നൽ ചെടികളെയൊക്കെ മൂടിയിട്ട് അതിൻ്റെ കളർ പച്ച കളറിലേക്ക് മാറ്റുന്നു. ഇതാണ് ഈ പറഞ്ഞ കൊക്കോഡമ. കാര്യം ജപ്പാനീസാണ്. ഇതാ നൂലൊക്കെ കെട്ടി പന്ത് പോലെയാണ്. പക്ഷെ ഇത് നൂലിന്റെ പന്തല്ല, പായലിന്റെ പന്താണ് ശരിക്കും കൊക്കോഡമ അല്ലേ? അതെ, പായൽ പന്ത്. ഗംഗാ മാഷ് എത്ര കാലമായി ഉണ്ടാക്കി തുടങ്ങിയിട്ട്? എനിക്ക് ഒരു എക്കോ ബ്ലൂം തുടങ്ങിയതിന് ശേഷമാണ്. അതാണ്, അതിന് മുമ്പേ എനിക്ക് ഒരു ക്രൈസ് ആയിരുന്നത്, ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതെങ്ങനെ തുടങ്ങണം, എപ്പോൾ തുടങ്ങണം എന്നുള്ളൊരു ഇത്, അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് കിട്ടിയത് കൃഷിഭവനിൽ നിന്ന് മാഡുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം. മലപ്പുറത്തായിരുന്നു? മലപ്പുറത്തായിരുന്നു. എത്ര കൊല്ലം സ്കൂളിൽ? ഞാനൊരു 32 years. ഇപ്പൊ ഇത് എന്താണ് ഈ കൊക്കോഡമയിലേക്ക് എത്തിയത്? ശരിക്കും ഇത് പായൽ പന്ത് അല്ലേ? അതെ അതെ. ഇതിപ്പോ പണ്ടിപ്പോ തുണിപ്പന്ത് IM വിജയനൊക്കെ തുണിപ്പന്ത് തട്ടി കളിച്ചു എന്നാ നമ്മൾ കേട്ടെ. മാഷിത ഇതിലൊക്കെ ചെടികൾ വെച്ച് കെട്ടി കളിക്കുക. ഇത് ഒരു ജാപ്പനീസ് ടെക്നോളജിയാണ്. അപ്പോൾ നമ്മൾ മലയാളത്തിലാക്കുമ്പോൾ പായൽ പന്ത്, അതായത് പോട്ടി മിക്സ് ബോൾ പോലെ ആക്കി അതിനകത്തൊരു ചെടിയെ വെച്ച് ആ ചെടി നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നമ്മുടെ ലിവിങ് ഏരിയയിലോ എവിടെയെങ്കിലുമൊക്കെ വെച്ച് അത് നോക്കിയിരിന്നാൽ എന്നെ സംബന്ധിച്ചൊരു പോസിറ്റീവ് എനർജിയാണ്. ഇതിൽ ഏത് തരം പായലും പറ്റുമോ? ഇല്ല, ഇത് നമ്മളെ നാട്ടിൽ സാധാരണ കാണുന്ന ഈ പായലുണ്ടല്ലോ, മഴക്കാലത്തൊക്കെ ഉണ്ടാകുന്ന പായൽ. പക്ഷേ ആ പായലിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ അതിന് ആയുസ് കുറവാണ്. ഒരു 2 വർഷം കഴിയുമ്പം അതിങ്ങനെ കറുത്ത് വരും. ഇതെന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഡ്രൈഡ് ഇതാണ്. ഇതിപ്പോൾ നമ്മൾ ഓൺലൈനിൽ വരുത്തുന്നതാണ്. അപ്പോൾ ഇതിൽ പൊതിയാം. നമുക്കിത് ഉണ്ടാക്കി കാണിക്കാം. കാണിക്കാം. അപ്പോൾ ഇതാണ് പോട്ടി മിക്സ്. അപ്പോൾ ഇതിപ്പം ശരിക്കും പന്ത് പോലെ ആവില്ല. അപ്പം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുട്ടിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കും. അതെ 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 അതെ. അപ്പോൾ നമുക്ക് വലിയ ബോൾ വേണമെങ്കിൽ കൂടുതൽ മിക്സ് എടുക്കണം, ചെറിയ ബോളാണെങ്കിൽ അങ്ങനെ. പ്രസ് ആയില്ലെങ്കിൽ കൊണ്ട് അതിൻ്റെ പരുവം കണ്ടേ, ഇങ്ങനെ നന്നായി അമർത്തുമ്പോൾ ആ വെള്ളം ഇങ്ങനെ ശകലം ഇങ്ങനെ പുറത്തേക്ക് ഈ പരുവാവണം. അപ്പം ഇങ്ങനെ ചെയ്തതിന് ശേഷം പിളർത്തും. ഇത് ക്രോട്ടൺ പ്ലാന്റാണ്. ഇങ്ങനെ വേര് പിടിപ്പിച്ച് നല്ല വെച്ച് വെള്ളത്തിൽ വെച്ച് വേര് പിടിപ്പിക്കുകയാണ്. വെള്ളത്തിൽ വെച്ച് ആദ്യം ഞാൻ പതി വെച്ചതാണ്. പതി വെച്ച് 1 മാസം കഴിഞ്ഞ് ഇപ്പോൾ വേര് പിടിച്ച് ഒരാഴ്ച വെള്ളത്തിലിട്ട്. ഇതാണ് ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്. ബോളായി. പ്രധാന ഭാഗം ഇതാണ്. ഇനി ഇതിനെ നമുക്ക് മോസ് വെച്ച് ചുറ്റിയെടുത്ത്. പായലും ഇങ്ങനെ ചെറുതായിട്ട് വിതർത്തിയിടണം. അതെ അതെ. അല്ല, പായൽ ഇങ്ങനെയല്ല, അത് വേറൊരു ഇതാണ്. പായൽ പീസായിട്ട് നമ്മൾ പിന്നെ കോരിയെടുക്കണമല്ലോ. പ്രതലത്ത് നിന്ന് കോരിയെടുത്ത് ആദ്യം നമ്മൾ അത് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് വെക്കണം. എന്നിട്ട് ഇങ്ങനെ ബോളാക്കിയിട്ട് ഒരു പീസ് വെച്ച് അത് നൂലുകൊണ്ട് കെട്ടി, അടുത്ത പീസ് വെച്ച് നൂലുകൊണ്ട് കെട്ടി. ഇതങ്ങനെയല്ല, ഇതിങ്ങനെ വിടർത്തി വെച്ചതിന് ശേഷം പായലോട്ട് പൊതിയാണ്. പൊതിയ. അപ്പോൾ
അപ്പം ഇതിൻ്റെ വളം ചെയ്യുമ്പോൾ ഇത് ഒരു സാധാരണ രീതിയിൽ മിനിമം 1 ഇയർ ലൈഫ് ഇതിനുണ്ട്. മിനിമം. ഓ ചിലത് 2 ഇയേഴ്സ് 3 ഇയേഴ്സ് ഒക്കെ നിൽക്കും. പായലിന്റെ മീതെ ഒരു നൂലുണ്ടയാക്കാണ് അല്ലേ? അതെ അതെ. ബലത്തിൽ ഈ നൂലൊരു 3-ാമത്തെ ലെയറാ. ഏതാ? നൂലൊരു 3-ാമത്തെ ലെയറാ. അതെ അതെ അതെ, 3-ാമത്തെ ലെയർ. ഇനി ഇത് പൊട്ടിപ്പോവില്ല, കറക്റ്റായിട്ട് നിൽക്കും. കുറച്ചുകൂടി വീതിയുള്ള നൂല്, വലിയ നൂല് അല്ലേ? എന്തിനാ അത് കേട്ട് ചുറ്റുന്ന? അങ്ങനെ കുറച്ചുകൂടി ഒരു ഡെക്കറേഷൻ, ഓക്കെ, അത്രയേ ഉള്ളൂ. ഇതിപ്പോ ഇങ്ങനെ എത്ര വേണമെങ്കിലും നിന്നോളൂ. ബലത്തിലായി കഴിഞ്ഞു. ബലമായി കഴിഞ്ഞു. ഈ ചുറ്റുന്നതിന്റെ മുമ്പ് നമ്മൾ ഇതിന്റെ ബേസിൽ ഒരു, കാരണം ഇത് അതിങ്ങനെ ചുറ്റി വരുമ്പോൾ മനസ്സിലാവും ഇത് എന്തിനാ വെക്കണമെന്ന്. ഇത് കഴിയുമ്പോൾ ഇതിന്റെ റൗണ്ടിൽ ഇങ്ങനെ വരും. അതിന് വേണ്ടിയാണ് ആദ്യം വെച്ചത്. അതെ അതെ. ശരിക്കും വീട്ടിലിരിക്കുന്നവർക്കൊരു വിപണിയാണ്. അതെ അതെ അല്ലെ, വീട്ടിൽ തുറക്കുന്ന വിപണിയാണ്. തീർച്ചയായിട്ടും വിപണിയാണ്. പിന്നെ ഇതൊരു എക്കോ ഫ്രണ്ട്ലി ആയ ഒരു അലങ്കാര വസ്തുവാണ്. ഒരു ശില്പാണല്ലോ അത്. ഇതിൻ്റെ സ്ഥാനത്ത് ചകിരിയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ഭംഗിയും ഫിനിഷിങ്ങും ഒക്കെ ഉണ്ടാവും. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ചെടിക്ക് ഇഷ്ടം ഈ മോസ് ആയിരിക്കും. കാരണം മറ്റത് കുറച്ചുകൂടി ഹാർഡായ ഫൈബറാണ്. ഇതാണ് നമ്മുടെ കൊക്കോഡാമോ. കൊക്കോഡാമോ ഇതൊന്ന് വൃത്തിയിലാക്കി വെച്ചാൽ മാർക്കറ്റിൽ എന്ത് വിലയുണ്ട് പക്ഷേ? ഇത് മാർക്കറ്റിലൊരു, ഇപ്പം ഇതൊക്കെ ആണെങ്കിൽ ഒരു 300 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. ഓരോ ഇപ്പോൾ ഇതാണെങ്കിൽ പ്ലാന്റിൻ്റെ അതനുസരിച്ചാണ്. പ്ലാന്റ് വളരെ കോസ്റ്റ്ലിയാണ്. ഇത് സ്നേക്ക് പ്ലാന്റിന്റെ ഏറ്റവും കൂടിയ ഇനാണ്. ഇതിന്റെ ഒരു പീസിന് മാർക്കറ്റിൽ 200-250 ഒക്കെ ഇതിന് മാത്രം, ചെടിക്ക് മാത്രം. ആക്കുമ്പോൾ നമുക്കൊരു 600 രൂപയ്ക്ക് കൊടുക്കാം. വലിയൊരു ലാഭം എടുക്കാതെ 600 രൂപയ്ക്ക് കൊടുക്കാൻ കഴിയും. വാങ്ങാൻ പോവുകയാണെങ്കിൽ എത്രയ്ക്ക് വരും? വില വരും? വാങ്ങാൻ പോവുകയാണെങ്കിൽ അത് ഭയങ്കര വിലയാണ് അവർ പറയുന്നത്. ഓൺലൈനിലൊക്കെ വലിയ വില പറയുന്നത്. എത്ര പറയും? 1000-ന് മീതെയാ? അത് പ്ലാന്റിന്റെ അതനുസരിച്ച് ഒരു 300 to 1000 പ്ലാന്റിന്റെ ക്വാളിറ്റി അതിന്റെ അനുസരിച്ച്. എക്കോ ബ്ലൂമിന് ഇതിൽ 500 രൂപയ്ക്ക് അല്ലെങ്കിൽ 600 രൂപയ്ക്ക് വെക്കാൻ പറ്റും. ഇനി ഇതിന്റെ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു മിനിമം 1 വർഷത്തേക്കുള്ള ഫുഡൊക്കെ ആയിക്കഴിഞ്ഞു. ഇതിലുണ്ട്. നനച്ചു കൊടുക്കണം. നനച്ചു കൊടുക്കുന്നത് ഒന്നുകിൽ നമുക്ക് സ്പ്രേ ചെയ്യാം. അങ്ങനെ സ്പ്രേ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ഇപ്പം നമ്മൾ ദൂര സ്ഥലത്തേക്കൊക്കെ പോവുകയാണ്, ഒരാഴ്ച ഇതിനെ ശ്രദ്ധിക്കാൻ പറ്റിയില്ലെങ്കിൽ വെള്ളത്തിലൊന്ന് ഇമേഴ്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ആവശ്യമുള്ള വെള്ളം അത് അബ്സോർബ് ചെയ്യും. എന്നിട്ട് എടുത്ത് വെച്ചാൽ പിന്നെ ഒരാഴ്ചയോ 2 ആഴ്ചയോ കഴിഞ്ഞിട്ട് പേടിക്കണ്ട. അതിന്റെ അടിയിൽ വെച്ചാൽ അതെടുത്ത് മാറ്റും. അടി അതൊരു ഭംഗിയാണ്. അതെ അതെ. ഇപ്പൊ ചകിരിയാണെങ്കിൽ ഇതിനേക്കാളും ഫിനിഷിംഗ് ഉണ്ടാവും. അപ്പൊ ഇതാണ് കൊക്കോഡാമോ. ജാപ്പനീസ് ടെക്നോളജി. നമ്മുടെ വീട്ടിനകത്തേക്ക്. നമ്മുടെ വീട്ടിനകത്ത് നമ്മുടെ ലിവിങ് ഏരിയയിൽ വെക്കാം. പിന്നെ ഓഫീസിലൊക്കെ ആണെങ്കിൽ പിന്നെ ഓഫീസറെ മേശപ്പുറത്ത് വെക്കാം. ഇടയ്ക്ക് ഇതിലേക്ക് നോക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ്. ടെൻഷൻ പോകും. കാരണം ഒരു ലൈഫാണുള്ളത്. അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ലൈഫാണ്. ഭക്ഷണവും വെള്ളമൊക്കെ അതിൽ തന്നെ ഉണ്ട്. നമ്മൾ ഒരുപാട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട, നമ്മളെ പിള്ളേരെ ശ്രദ്ധിക്കണ പോലെ ശ്രദ്ധിക്കേണ്ട. ഉണ്ടാക്കി റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ ആവശ്യമുള്ളത് അതിൽ നിന്ന് എടുത്ത് കഴിച്ചോളും. നമ്മളിത് കണ്ടാൽ മതി. കാണാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരുന്നാൽ മതി.